നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫൈനൽ സീമ നടന്നേക്കില്ലേ എന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ഫൈനൽ സീമ ഇൻ ഡേഞ്ചർ എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പാനിഷ് മാധ്യമങ്ങളിലും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആശങ്കയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നലെ കോൺമെബോൾ യുവേഫ മീറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വന്നിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഒരു ഫൈനൽ തീരുമാനം വന്നേക്കും. ഇതിപ്പോൾ 27-ാം തീയതി എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് ഖത്തറിൽ കളി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നാണല്ലോ. അവിടുത്തെ ഇഷ്യൂസ് കാരണം കളി സാന്റിയാഗോ ബെർണാബോയിൽ സ്പെയിനിൽ നടത്താം എന്നാണ് RFEFും യുവേഫയും ഒക്കെ നിർബന്ധം പിടിക്കുന്നത്. അത് പറ്റില്ല എന്ന് കോൺമെബോളും AFAയും അവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒടുവിൽ 27-ാം തീയതി നടത്താൻ കഴിയില്ല എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അവസാന വട്ട ശ്രമം എന്ന വണ്ണം ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ പുതിയ നിർദ്ദേശം മാർച്ച് 31-ന് കളി നടത്താം. അത് ഇറ്റലിയിൽ റോമിൽ വെച്ചിട്ട് കളി നടത്താം എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. അതിൻ്റെ ഡിസ്കഷൻസ് പുരോഗമിക്കുകയാണ്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ അർജൻറ്റീൻ താരങ്ങൾ അവരുടെ എസൈസ പ്രോപ്പർട്ടിയിലേക്ക് അർജൻറ്റീനയിലേക്ക് ഒത്തുചേർന്ന് ട്രെയിനിങ് നടത്തി ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പിരിയും എന്ന തരത്തിലുള്ള വാർത്തകൾ TYC സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ആകെ കൺഫ്യൂഷൻസാണ്. കളി നടക്കുമോ ഇല്ലയോ എന്ന തരത്തിലൊരു ഫൈനൽ തീരുമാനമെടുക്കാൻ ഈ ബോഡികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അതുണ്ടായേക്കാം. അതല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടിയൊക്കെ ഫൈനൽ തീരുമാനം വരിക എന്നുള്ള നിർബന്ധമാണ്. കാരണം കളി ഫിക്സ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും മാർച്ച് 31 റോം, അതാണിപ്പോൾ അവസാനത്തെ നിർദ്ദേശം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.